A female resident doctor was found to be raped and murdered in her own medical college and hospital at Arjikar Medical College, Kolkata. കഷ്ടപ്പെട്ട് നീറ്റ് പഠിച്ച് MBBS 5.5 വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് അവസാനം 36 അവർ ഓൺ കോൾ ഡ്യൂട്ടിയിൽ ഇങ്ങനെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് മരിക്കാനാണ് ഫീമെയിൽ ഡോക്ടേഴ്സിൻ്റെ വിധി. ഓക്കെ, പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, മെഡിസിൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പേഷ്യൻസ് വരുന്നു, ഡോക്ടേഴ്സിനെ അടിക്കുന്നു, പ്രൊട്ടസ്റ്റ് നടക്കുന്നു. പക്ഷെ ഇത് ഭയങ്കര വേദനാജനകമാണ് ഗൈസ്, ഭയങ്കര വേദനാജനകമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ഹോസ്പിറ്റലിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മരണപ്പെടാനാണോ നമ്മുടെയൊക്കെ വിധി? ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വേറെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. എൻ്റെ പാരൻസ് അവിടെ കിലോമീറ്റേഴ്സ് അപ്പുറം കേരളത്തിൽ നിന്നിട്ട് ഞാനിവിടെ കർണാടകയിൽ പഠിക്കുക. എന്ത് വിശ്വാസത്തിലാണ് ഇനി അവരിയ്ക്കുക? ഓരോ തവണ ഞാൻ ഹോസ്പിറ്റലിലാണ്, ഞാൻ കോളേജിലാണ് എന്ന് അവർ ഓരോ വട്ടം ഞാൻ വിളിച്ചു പറയുമ്പോൾ അവർക്കൊരു സേഫ് തോന്നലാണ്. ഓക്കെ, നമ്മുടെ കുട്ടി ആ ക്യാമ്പസിൽ അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം കേട്ടിരിക്കുന്ന ന്യൂസ് എന്താണ്? സ്വന്തം കോളേജിൽ, സ്വന്തം ഹോസ്പിറ്റലിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ്. കൊൽക്കത്ത പോലീസ് ഓഫീസർ കൺഫേം ചെയ്തിരിക്കുകയാണ് ആ ഡോക്ടർ റേപ്പ് ചെയ്തിട്ടാണ് മരിച്ചിരിക്കുന്നതെന്നാണ്. ബ്രൂട്ടലിയാണ് ആ ഡോക്ടറിനെ കൊന്നിരിക്കുന്നത്. ഇതാണോ ഡോക്ടേഴ്സിൻ്റെ വിധി ഇവിടെ? നമ്മൾ ആരിവിടെ സേഫ് അല്ലേ? പറയും, നമ്മൾ ആരിവിടെ സേഫ് അല്ലേ? നമ്മൾ എന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഗാർഡും CCTV ഫുട്ടേജും എന്തേ വയ്ക്കാൻ പറ്റില്ലേ? തേഴ്സ്ഡേ നൈറ്റ് കൊളീഗ്സിനൊപ്പം ഫുഡ് കഴിച്ച് ആ ഡോക്ടർ സെമിനാർ ഹാളിൽ വെയിറ്റ് ചെയ്തു, കുറച്ച് പഠിക്കാനും റെസ്റ്റ് എടുക്കാനും. ആ സമയത്ത് ആണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടേഴ്സിനെ സേവ് ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? ഷി വാസ് ഫൗണ്ട് ടു ബി ഹാഫ് നീക്കഡ്. There were bleeding from her eyes, private parts. Her legs were broken, lips were broken, the neck bone was broken, and do you know one thing? Hair clips was found inside her private parts. നമ്മൾ സേഫ് അല്ല ഗൈസ്. മിനിമം റിക്വയർമെൻ്റ് ആണ് ചോദിക്കുന്നത്. സെക്യൂരിറ്റി, CCTV ഫുട്ടേജ് ഗാർഡ്, ഇത് രണ്ടും ആ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. ഈ ഡോക്ടറിനെ പ്രൊവൈഡ് ചെയ്തില്ല. ഇത്രയും ക്രൂരമായി മരിക്കാനാണോ കുട്ടിയുടെ വിധി? She was serving you guys. She was serving for this health system. ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചിട്ട് നമ്മൾ ഡോക്ടറായി മാറുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ് നമ്മൾ സേഫായെന്ന്. അവിടെയും നൈറ്റ് ഇങ്ങനെ മരിക്കാനാണോ വിധി? ജസ്റ്റിസ് ഫോർ ദ വിക്ടം. ഡു സംതിങ് ഫോർ ഹെർ ഗൈസ്, ഡു സംതിങ്.